ഈ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ നാളത്തെ കാത്തിരിപ്പല്ല, ഒന്നോ രണ്ടോ വർഷത്തെയല്ല, 10 20 വർഷത്തെ കാത്തിരിപ്പല്ല, ഒരുപാട് കാലമായുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്, നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. സാൻ ഫെർണാണ്ടോ എന്നെഴുതിയ ആ കപ്പൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതിനോടൊപ്പം തന്നെ 7 സുന്ദരമായ ക്രെയിനുകളും നിരന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി ആ ക്രെയിനുകൾ അതിൽ വന്നിരിക്കുന്ന ചരക്ക് പുറത്തേക്ക് ഇറക്കി വെക്കുന്ന ഒരു കാഴ്ച, അതായത് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്ത് ഏതൊരു കപ്പൽ വന്നു പോകാനുമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഇന്ന് വന്നത് സാൻ ഫെർണാണ്ടോ കപ്പലാണെങ്കിൽ വരും ദിവസങ്ങളിൽ 2 കപ്പലുകൾ കൂടി, അതിന് ഇത്രയും വലിപ്പം ഉണ്ടാകില്ല, ഇവിടെ കൊണ്ട് ഇറക്കുന്ന ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനായി വരും ദിവസങ്ങളിൽ 2 കപ്പലുകൾ കൂടി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം പ്രതിസന്ധികൾ മറികടന്നാണ്, ഈ സമരത്തിൻ്റെ പ്രതിസന്ധി മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തുറമുഖ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 2015 കരാർ ഒപ്പിട്ട് പിന്നീട് തത്വത്തിൽ 14 അംഗീകാരമാകുന്നു, 15 കരാർ ഒപ്പിടുന്നു, പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണം ആദ്യഘട്ടമൊക്കെ തുടങ്ങുന്നു, പിന്നീട് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു, മുടങ്ങുന്നു. അതിനുശേഷം ഈ സമരം പരിഹരിച്ചതിന് ശേഷവും ചില പ്രതിസന്ധികൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഇവിടേക്ക് കൊണ്ടുവരേണ്ട ചുണ്ണാമ്പ് കല്ലുകൾ, ഇവിടെ നിരത്തേണ്ട കല്ലുകളൊക്കെ ഉണ്ട്, കല്ല് കിട്ടുന്നതിനുള്ള ക്ഷാമം, ഈ കേരളത്തിലെ കോറികളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. എല്ലാവരുടെയും ഇച്ഛാശക്തി എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇന്നലെ നിയമസഭയിൽ പോയപ്പോൾ കണ്ട മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാശി പിടിക്കുന്ന കാഴ്ച ഇന്നലെ കണ്ടതാണ്. കെ ബാബുവും വാസവനും അതോടൊപ്പം തന്നെ സജി ചെറിയാനും അടക്കമുള്ളവർ തങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അത് വലിയ അഭിമാനമായി തന്നെ പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിൻ്റെ പിതാവെന്ന് കെ ബാബു പറയുമ്പോൾ, അല്ല അതിനു മുൻപ് നയനാരുടെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് അതിൽ ആലോചന തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പിണറായിയുടെ കാലത്താണ് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയതെന്നും സമരപരിഹാരം ഉണ്ടായതെന്നുമുള്ള കാര്യം അവർ അവകാശപ്പെടുന്നു. അങ്ങനെ എല്ലാവരും അവകാശവാദം ഉന്നയിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കേന്ദ്രത്തിൽ അവർ അധികാരത്തിലിരുന്ന സമയത്ത് ഇതിന് തത്വത്തിൽ അംഗീകാരമാകുന്നു. മാത്രമല്ല പിന്നീടുള്ള പ്രവർത്തന സമയത്തെല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രിമാരുടെ അടക്കം ജലഗതാഗത മന്ത്രിമാരുടെ അടക്കം കൃത്യമായി ഇടപെടൽ ഈ വിഷയങ്ങളുണ്ടായിരുന്നു. പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെട്ട് കിട്ടി. ഇതിൻ്റെ ചില നൂലാമാലകളും മറ്റുമൊക്കെ ഇത്തരം ഒരു തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ പരിസ്ഥിതി പഠനം അടക്കമുള്ള വിഷയങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാവുകയാണ്. അതിനാൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയക്കാരുടേതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷിക്കാം. സന്തോഷം ഒരല്പമെങ്കിലും കുറവുള്ളത് ഈ പറയുന്ന ഇവിടുത്തെ ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ്. അവരുടെ ചെറിയ പ്രശ്നങ്ങൾ കൂടിയേ ഇനി പരിഹരിക്കാനുള്ള, ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അതും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഈ തുറമുഖം നമുക്ക് തുറന്നു കൊടുക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതിലും കുറച്ചുകൂടി അടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ആ കപ്പലിൻ്റെ 300 മീറ്റർ ദൂരമാണ് നമ്മൾ ഈ കാണുന്ന കപ്പലിൻ്റെ. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് അത്ര വലിപ്പമൊന്നും തോന്നില്ല എങ്കിൽ കൂടി നമ്മുടെ സ്ക്രീനിന് അത്ര വലിപ്പമില്ലല്ലോ. പക്ഷേ ആ കാണുന്നത് പോലെയല്ല, എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോയതാണ്. അങ്ങ് നോക്കി തീർക്കാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ആ കപ്പൽ.